ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കപ്പോൾ ആദ്യം +2 ഫിസിക്സിൻ്റെ ആദ്യത്തെ ഒരു 7 ചാപ്റ്ററിനെ പറ്റി ആദ്യം ഒന്ന് ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ആദ്യത്തെ ചാപ്റ്ററിലോട്ട് പോകാം. അപ്പോൾ നമ്മളിപ്പോൾ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ ഒരു 7 ചാപ്റ്ററും ഏകദേശം ഒരു ഡിവിഷനായിട്ട് അല്ലെങ്കിൽ ഒരു സെക്ഷൻ്റെ കണ്ടിന്യൂവേഷൻ പോലെ നമുക്ക് പഠിച്ച് പോകാൻ പറ്റുന്ന ചാപ്റ്റേഴ്സാണ്. മെയിനായിട്ടും ഈ 7 ചാപ്റ്ററിനെയും 2 ഹെഡിങ്ങിൻ്റെ അടിയിൽ വരുന്നതായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ആദ്യത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക്സും രണ്ടാമത്തേത് ഇലക്ട്രോ ഡൈനാമിക്സും. ഫസ്റ്റ് 2 ചാപ്റ്ററും ഇലക്ട്രോസ്റ്റാറ്റിക്സിന് കീഴെയും പിന്നെ വരുന്ന 3ാമത്തെ തൊട്ട് 7ാമത് വരെയുള്ള ചാപ്റ്റേഴ്സ് നമുക്ക് ഇലക്ട്രോ ഡൈനാമിക്സിന് കീഴിൽ വരുന്ന ചാപ്റ്റേഴ്സുമാണ്. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് ഈ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് നോക്കാം. നമ്മൾ മെയിനായിട്ടും ഈ ആദ്യത്തെ 7 ചാപ്റ്ററിലും ഡീൽ ചെയ്യുന്നത് ഇലക്ട്രിസിറ്റിയെക്കുറിച്ചും ചാർജിനെ കുറിച്ചുമൊക്കെയാണ് നമ്മൾ ഈ പാഠങ്ങളിൽ പഠിക്കുന്നത്. അപ്പോൾ എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ വേർഡിനെ തന്നെ, ആ വാക്കിനെ തന്നെ രണ്ടായിട്ട് തിരിക്കാം. ഇലക്ട്രോ എന്നും സ്റ്റാറ്റിക്സ് എന്നും പറഞ്ഞ് തിരിക്കാം. ഇലക്ട്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഇലക്ട്രോണായിട്ട് അല്ലെങ്കിൽ ചാർജായിട്ട് അതിൻ്റെ മീനിങ് എടുക്കാം. സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് റെസ്റ്റ് എന്നാണ് ആ വേർഡിൻ്റെ മീനിങ്. സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് റെസ്റ്റ്. സ്റ്റാറ്റിക്സിന് നേരെ ഓപ്പോസിറ്റ് വരുന്ന വേർഡാണ് ഡൈനാമിക്സ്, അതായത് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് അറ്റ് റെസ്റ്റിലിരിക്കുന്ന ചാർജിനെ പറ്റിയുള്ള സ്റ്റഡിയാണ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ചെയ്യുന്നത്. ഇലക്ട്രോ ഡൈനാമിക്സിലാണെങ്കിൽ മൂവ് ചെയ്യുന്ന ചാർജിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ശരി, അപ്പോൾ നമുക്ക് ചാപ്റ്ററിലോട്ട് പോകാം. ഫസ്റ്റ് ചാപ്റ്റർ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. അപ്പോൾ 2 സെക്ഷനായിട്ടാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ വരുന്നത്. ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ചാർജിൻ്റെ പ്രോപ്പർട്ടീസ്, ചാർജ് കാരണം വരുന്ന ബാക്കിയുള്ള എഫക്റ്റുകൾ, ഫോഴ്സ്, അതിനെക്കുറിച്ച് പഠിക്കും. എന്നിട്ട് ഈ ചാർജ് കാരണം ഉണ്ടാകുന്ന ഫീൽഡിനെ പറ്റി നമ്മൾ അടുത്ത സെക്ഷനിലാണ് പഠിക്കുന്നത്. ഈ ചാപ്റ്ററിൽ തന്നെയാണ് അടുത്തൊരു സെക്ഷനിൽ പഠിക്കും. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ചാർജ് എന്നറിയണം. ചാർജിൻ്റെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന സിമ്പൽ എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ ക്യൂ അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ ക്യൂ വെച്ചാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. SI യൂണിറ്റ് എന്ന് പറയുന്നത് കൂളംബാണ്, അതായത് C, ക്യാപിറ്റൽ ലെറ്റർ C വെച്ച് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യും. ഇനി നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഈ ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ ചാർജിനെ ബൈ ഡെഫിനിഷൻ നമുക്കൊരു ഡെഫിനിഷനായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പകരം നമുക്ക് പറയുന്നത് അതൊരു ഇൻട്രിൻസിക് പ്രോപ്പർട്ടിയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇൻട്രിൻസിക് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്വാഭാവികമായ അല്ലെങ്കിൽ അതിന് തനതായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണെന്ന് നമുക്ക് പറയാം. ഇൻട്രിൻസിക് പ്രോപ്പർട്ടി മുമ്പ് മാറ്ററിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇൻട്രിൻസിക് പ്രോപ്പർട്ടിയും എക്സ്ട്രിൻസിക് പ്രോപ്പർട്ടിയും. നമ്മളിപ്പോൾ 2 വ്യക്തികളെ എടുത്തു കഴിഞ്ഞാൽ, ഇൻട്രിൻസിക് പ്രോപ്പർട്ടിയെ പറ്റിയാണ് പറയുന്നത്. 2 വ്യക്തികളെ എടുത്തു കഴിഞ്ഞാൽ അവരുടെ സ്വഭാവം, 2 പേരുടെ സ്വഭാവം വ്യത്യാസമായിരിക്കും അല്ലേ. 2 പേരും തമ്മിൽ യാതൊരു റിലേഷനും കാണില്ല സ്വഭാവത്തിൻ്റെ കേസിൽ. അതേപോലെയാണ് ഈ ഇൻട്രിൻസിക് പ്രോപ്പർട്ടി. അവർക്ക് തനതായ സ്വഭാവം ഉണ്ടെന്ന് പറയുന്ന പോലെ ചാർജിന് അതിന് തനതായ ചാർജ്, അതായത് തമ്മിൽ ഡിപ്പെൻഡൻ്റ് ആണ്. 2 ബോഡി എടുത്തു കഴിഞ്ഞാൽ അത് തമ്മിൽ ചാർജിന് ഡിപ്പെൻഡൻസി കാണത്തില്ല. ഇൻട്രിൻസിക് പ്രോപ്പർട്ടിക്ക് മറ്റൊരു എക്സാമ്പിളാണ് മാസ് എന്ന് പറയുന്നത്. ഓരോന്നിനും തനതായ ഒരു ചാർജ് കാണും, അതേപോലെ ഒരു മാസും കാണും. ഓരോ മാറ്ററിനും തനതായ ഒരു മാസും ചാർജും കാണും. അതാണ് ഇൻട്രിൻസിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. പിന്നെ ചാർജ് മെയിനായിട്ട് നമ്മൾ 2 തരത്തിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും. പോസിറ്റീവ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ ഡിനോട്ട് ചെയ്യും? +1 കൂളം, +10 കൂളം, +100 കൂളം, അല്ലെങ്കിൽ +5.5 കൂളം, അങ്ങനെയൊക്കെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. നെഗറ്റീവ് ചാർജിനെ നമുക്ക് അതേപോലെ നെഗറ്റീവ് ചാർജസിനെ നമുക്ക് നെഗറ്റീവ് -2 കൂളം, -5 കൂളം, -3 കൂളം അങ്ങനെയൊക്കെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇതിൽ വരുന്നതാണ് ലൈക്ക് ചാർജസും അൺലൈക്ക് ചാർജസും. ലൈക്ക് ചാർജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപോലത്തെ ചാർജസ്, അതായത് ഇപ്പോൾ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ പ്ലസും അതായത് പോസിറ്റീവ് ചാർജും അതിനെ നമ്മൾ ലൈക്ക് ചാർജ് എന്ന് പറയും. അതേപോലെ നെഗറ്റീവ് ചാർജ്, ഇത് രണ്ടും ലൈക്ക് ചാർജസാണ്. ഇനി അൺലൈക്ക് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ചാർജ് ഉണ്ടെങ്കിൽ ഒരെണ്ണം പോസിറ്റീവും ഒരെണ്ണം നെഗറ്റീവും. അതിനെയാണ് നമ്മൾ അൺലൈക്ക് ചാർജ് എന്ന് പറയുന്നത്. ലൈക്ക് ചാർജ് ആണെങ്കിൽ റിപ്പൽ ചെയ്യും, അതായത് 2 പോസിറ്റീവ് ചാർജ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് തമ്മിൽ റിപ്പൽ ചെയ്ത് പോകും.
നമ്മളിപ്പോൾ ഒരു മാഗ്നറ്റ് എടുത്ത് വയ്ക്കുവാണെങ്കിൽ അതിൻ്റെ നോർത്ത് പോളും റിപ്പൽ ചെയ്യുന്നത് പോലെ. അതേപോലെ അൺലൈക്ക് ചാർജ് ആണെങ്കിൽ പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ അട്രാക്റ്റ് ചെയ്യും. അതാണ് ഈ ചാർജിൻ്റെ ഒരു പ്രോപ്പർട്ടി. അടുത്ത മെയിനായിട്ട് ചാർജിന് നമ്മൾ ടൈപ്സ് ഓഫ് ചാർജ് ചില സമയം പ്രോപ്പർട്ടി ആയിട്ട് പറയാറുണ്ട്, അല്ലാതെ നമ്മൾ ക്ലാസിഫിക്കേഷനായിട്ട് എഴുതാറുമുണ്ട്. നമുക്കിപ്പോൾ പ്രോപ്പർട്ടീസ് ആയിട്ടല്ലാതെ മെയിൻ ഒരു 4 പഠിക്കാം. ചാർജിൻ്റെ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ചാർജ് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. സ്കെയിലാർ ക്വാണ്ടിറ്റി എന്താണ്? +1 നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്കെയിലാർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഒരു ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റി, ഇപ്പം നമ്മൾ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഫോഴ്സോ ലെങ്തോ മാസോ അങ്ങനെ എന്തെങ്കിലും ഒരു ക്വാണ്ടിറ്റി എടുത്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള നമ്മളൊരു ബോഡിയെ അളക്കാൻ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു അളവിനെയാണ് നമ്മൾ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റി ഉണ്ട്, ആ ക്വാണ്ടിറ്റിക്ക് അളവ് മാത്രമേ കാണുകയുള്ളൂ, ഡയറക്ഷൻ കാണില്ല. അതായത് ദിശ കാണത്തില്ല. ദിശയില്ലാതെ അളവ് മാത്രമുള്ള ക്വാണ്ടിറ്റീസിനെ നമ്മൾ സ്കെയിലാർ ക്വാണ്ടിറ്റി എന്ന് പറയും. എക്സാമ്പിൾ മാസ്, ഡിസ്റ്റൻസ്, ടൈം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സ്കെയിലാർ ക്വാണ്ടിറ്റി ആയിട്ട് പറയുന്നത്. ഇനി ഈ ചാർജും അപ്പോൾ എന്താണ്? ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. ഇനി സ്കെയിലാർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ നമുക്ക് ചാർജസ് ആഡ് ചെയ്യാൻ പറ്റും, തമ്മിൽ ആഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ സെക്കൻഡ് പ്രോപ്പർട്ടി എന്നാണ് ചാർജസ് ആർ അഡിറ്റീവ്. ചാർജസ് അഡിറ്റീവ് ആണ്. ഒരു സിസ്റ്റം എടുത്തു, ഇപ്പോൾ ഈ റെഡ് ബോക്സ് എന്ന് പറയുന്നത് ഞാൻ ഒരു സിസ്റ്റമായിട്ട് എടുക്കുന്നു. അതിനകത്ത് കുറച്ച് ചാർജസ് ഉണ്ട്. അതിൻ്റെ ടോട്ടൽ ചാർജ് കിട്ടണമെങ്കിൽ ജസ്റ്റ് അതിനകത്തുള്ള ചാർജിൻ്റെയൊക്കെ വില തമ്മിൽ കൂട്ടി എഴുതിയാൽ ടോട്ടൽ ചാർജ് കിട്ടും. ഇനി നമുക്ക് ഇവിടെ ഇപ്പോൾ താഴെ ഒരു എക്സാമ്പിൾ നോക്കാം. 3 ചാർജസ് ഒരു ബോഡി ഉണ്ട്, അതിനകത്ത് 3 ചാർജസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. +2 കൂളം, അടുത്തൊന്ന് +1 കൂളം, താഴെ കിടക്കുന്ന -5 കൂളം. ഇതിൻ്റെ ടോട്ടൽ ചാർജ് എത്രയായിരിക്കും? Q ടോട്ടൽ എന്ന് പറയുന്നത് മുകളിലത്തെ പോലെ Q1 + Q2 + Q3 + Q4 എന്ന് ചെയ്യുന്ന പോലെ +2 കൂളം, അതിൻ്റെ കൂടെ +1 കൂളമ്പിനെ ആഡ് ചെയ്യുക, അതിൻ്റെ കൂടെ -5 കൂളമ്പിനെ കൂടി ആഡ് ചെയ്യുക. എങ്ങനെ ആൻസർ വരും നോക്കാം. എന്താ? +2 കൂളം +1 കൂളം, അപ്പോൾ 3 കൂളമ്പായി. ഇനി അടുത്തത് -5 കൂളമ്പ് ചെയ്യുമ്പോൾ എന്ത് വരും? -2 കൂളമ്പെന്ന് ആൻസർ വരും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു സിസ്റ്റത്തിൻ്റെ ചാർജ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ. മൂന്നാമത്തെ പ്രോപ്പർട്ടി, ചാർജ് കൺസർവേറ്റീവ് ആണ്, അല്ലെങ്കിൽ ചാർജ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. നമ്മൾ മാസിൻ്റെ കാര്യത്തിലും എനർജിയുടെ കാര്യത്തിലൊക്കെ പറയുന്ന പോലെ ചാർജും കൺസർവേറ്റീവ് ആണ്. അതായത് അതിന് നമുക്ക് പുതുതായിട്ടൊരു ചാർജിനെ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഉള്ള ഒരെണ്ണത്തിനെ നശിപ്പിച്ച് കളയാനോ പറ്റില്ല. പകരം നമുക്കതിനെ ഒരു ഫോമിൽ നിന്ന്, ഒരു രീതിയിൽ നിന്ന് മറ്റൊരു രീതിയിലോട്ട് മാറ്റാൻ പറ്റും, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി ഇതിന് ഈ കൺസർവേഷൻ ഓഫ് ചാർജ് തന്നെ രണ്ടാമതൊരു പോയിൻ്റ് കൂടെ പറയുന്നുണ്ട്. അതായത് ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം ഉണ്ട്. ഈ ഐസൊലേറ്റഡ് സിസ്റ്റത്തിൻ്റെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. നമുക്കിപ്പോൾ ഐസൊലേറ്റഡ് സിസ്റ്റത്തിന് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുന്നത്, നമ്മളൊരു കടയിൽ നിന്ന് പോയി ഒരു ബാറ്ററി മേടിക്കുവാണ്. അതായത് പൊട്ടിക്കാത്തൊരു ബാറ്ററി മേടിച്ചു. ഈ ബാറ്ററി ഞാനിപ്പോൾ കൊണ്ടുവരുന്ന വഴിക്ക് അവിടെ കടയിൽ വെച്ച് ഞാൻ മെഷർ ചെയ്തപ്പോഴത്തേക്കും ഈ ഫസ്റ്റ് ഇനിഷ്യൽ സ്റ്റേജ് കാണിച്ചിരിക്കുന്ന പോലെയായിരുന്നു. ഒരു 16 കൂളമ്പായിരുന്നു അതിൻ്റെ ചാർജ് എന്ന് വിചാരിക്കുക, ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ. ഇത് ഞാൻ എടുക്കാം, വീട്ടിലേക്ക് കൊണ്ടുവരുന്ന വഴിക്ക് അതൊരുപാട് ഷെയ്ക്കായി എടുക്കാം. ഞാൻ വീട്ടിൽ വന്ന് അതിനെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ ചാർജ് എത്ര തന്നെ കാണും? 16 കൂളമ്പ് തന്നെ കാണും. കാരണം എന്ന് പറയുന്നത് ഈ ബാറ്ററി ഞാൻ ഒന്നിലും പൊട്ടിച്ചിട്ടില്ല. ബാറ്ററിയുടെ ടെർമിനൽസ് എല്ലാം പ്രൊട്ടക്റ്റഡ് ആയിരിക്കുവാണ്, ഒന്നിലും കണക്റ്റ് ചെയ്യാതെ വെച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ സിസ്റ്റത്തിൻ്റെ, ആ ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിൻ്റെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇങ്ങനൊരു എക്സാമ്പിൾ കാണിച്ചിട്ട് മൂന്നാമത്തെ ചാർജ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? സെക്കൻഡ് ഫിഗർ കണ്ടോ? 9 കൂളമ്പ് 4 കൂളമ്പ്. ഇതിൽ തേർഡ് ചാർജിനെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് എങ്ങനെ ചെയ്യാം? ഫസ്റ്റ് സിസ്റ്റത്തിലെ ചാർജസ് എല്ലാം കൂടെ കൂട്ടുമ്പോൾ എനിക്കൊരു ടോട്ടൽ ചാർജ് കിട്ടുമല്ലോ. അതായത് ഇവിടെ 10 + 2 + 4 16 കൂളമ്പ് കിട്ടി. സെക്കൻഡ് ഫിഗറിലെ മൂന്നാമത്തെ ചാർജ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? ആ 9 കൂളമ്പ് 4 കൂളമ്പ് കൂട്ടുമ്പോൾ എത്രയാവും? 13 കൂളമ്പേ ഉള്ളൂ. ഇവിടെ 16 ഉണ്ടായിരുന്നു, ഇപ്പുറത്തും എന്ത് തന്നെ വരണം? 16 തന്നെ വരണം. മൂന്നാമത്തേൻ്റെ വില അറിയില്ല, എങ്ങനെ കണ്ടുപിടിക്കാം? മറ്റേത് രണ്ടും കൂട്ടുമ്പോൾ 9ഉം 4ഉം കൂട്ടുമ്പോൾ 13 വരുന്നുണ്ട്.
അപ്പോൾ ഇപ്പുറത്തെ ടോട്ടലായ 16-ൽ നിന്ന് 13 കണ്ടുപിടിച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ മൂന്നാമത്തെ ചാർജ് കിട്ടും. അതിന് ആൻസർ 3 കൂളംസ് എന്ന് കിട്ടും. അതാണ് താഴെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയിരിക്കുന്നത്. ഇനീഷ്യൽ ആൻഡ് ഫൈനൽ ചാർജ് ഓഫ് ദി സിസ്റ്റം ആർ ഓൾവേസ് ദി സെയിം. അതാണ് കൺസർവേഷൻ ഓഫ് ചാർജ് മൂന്നാമത്തെ പ്രോപ്പർട്ടിയിൽ പറയുന്നത്. ഇനി ചാർജ് ഈസ് ക്വാണ്ടൈസ്ഡ്. ഫോർത്ത് പ്രോപ്പർട്ടിയാണ് ചാർജ് ഈസ് ക്വാണ്ടൈസ്ഡ് അല്ലെങ്കിൽ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. ക്വാണ്ടം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ട് കാണും. ഒരു പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി അങ്ങനെയൊക്കെ നിങ്ങൾ കേട്ട് കാണും. നമ്മളിപ്പോൾ ഇവിടെ നോക്കുന്നത് ക്വാണ്ടൈസേഷൻ എന്താണെന്നുള്ള ആ വാക്കിനർത്ഥം നമുക്ക് നോക്കാം. ഇപ്പം നമ്മൾ കടയിൽ പോയി ഒരു സ്റ്റേഷനറി കടയിൽ പോവുകയാണെന്ന് വിചാരിക്കാം. പോയിട്ട് നമ്മളൊരു കവർ പേന മേടിക്കുകയാണ്. ഒരു കവർ പേന മേടിക്കുന്നു. പേന മേടിക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരു കൂട്ടിനകത്ത് ഒരു 5 പേനയോ 10 പേനയോ അല്ലെങ്കിൽ ഒരു 15 പേനയോ അങ്ങനെയൊക്കെ ആയിരിക്കും കാണുന്നത്. നമുക്കൊരു 5.5 പേനയോ അല്ലെങ്കിൽ ഒരു 8.5 പേനയോ ആയിട്ട് കിട്ടുമോ? ഇല്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേനയാണ് അവിടുത്തെ ഏറ്റവും ചെറിയ അളവ്. അവിടെ നമുക്ക് മേടിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ അളവെന്ന് പറയുന്നത് ഒരു പേനയാണ്. അതിനെ ഒടിച്ചെടുത്ത് നമുക്ക് മേടിക്കാൻ പറ്റുമോ? ഇല്ല. അല്ലെങ്കിൽ ബുക്കിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ബുക്ക് മേടിക്കുമ്പോൾ ഒരു ബുക്ക് 2 ബുക്ക് അങ്ങനെയൊക്കെയല്ലേ പറയുക. 2.5 ബുക്ക് 3.5 ബുക്ക് എന്ന് പറയാറില്ലല്ലോ. അതായത് അവിടെ എന്നിൻ്റെ വില, എണ്ണം പറയുന്നത് എണ്ണം എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഇൻറ്റിജർ ആയിരിക്കും. അതായത് ഒരു ഹോൾ നമ്പർ ആയിരിക്കും. 1, 2, 3, 4, 5 അങ്ങനെ പോകുന്ന ഏതെങ്കിലും ഒരു നമ്പറായിരിക്കും എന്നിൻ്റെ വില. ആ എന്നിൻ്റെ വില ഏതെങ്കിലും ഒരു ചെറിയ ക്വാണ്ടിറ്റിയെ കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ വലിയൊരു ക്വാണ്ടിറ്റി കിട്ടും. അതായത് നമുക്കിവിടെ നോക്കാം. എക്സാമ്പിളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ചാർജിൻ്റെ ഇക്വേഷൻ പറയുമ്പോൾ +or-n × ആണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. n എന്ന് പറയുന്നത് ഈ ഒരു ഹോൾ നമ്പർ, അതായത് 1, 2, 3 എന്ന് പറയുന്ന ഹോൾ നമ്പറും എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ ചാർജുമാണ്. അത് എന്തുകൊണ്ടാണ് അവിടെ ഇലക്ട്രോണിൻ്റെ ചാർജ് എടുത്തത്? നമ്മളിപ്പോൾ ഈ യൂണിവേഴ്സിൽ തന്നെയുള്ള ഏറ്റവും ചെറിയ പാർട്ടിക്കിൾസ് എന്തൊക്കെയാണ്? ഏറ്റവും ചെറിയ ബോഡീസ് എന്തൊക്കെയാണ്? ബോഡീസ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഒരു വലിയൊരു മേശ എടുക്കുമ്പോൾ മേശയ്ക്കകത്ത് പിന്നും ഓരോരോ സെൽസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇപ്പോൾ തടിയാണെങ്കിൽ തടിക്കകത്ത് സെൽസ് ഉണ്ട്. അതിനകത്ത് നമ്മൾ കയറിക്കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ട്? പിന്നും ചെന്ന് നിന്ന് മോളിക്യൂൾസ് ഉണ്ട്. അത് ചെന്ന് പിന്നെ എലമെൻ്റ് ആവും. ആ എലമെൻറ്റിനകത്ത് ആറ്റം കാണും. ഈ ആറ്റത്തിനകത്ത് എന്തൊക്കെ ഉണ്ട്? പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. ഈ 3 ആൾക്കാരല്ലേ ഏറ്റവും ചെറുത്. അവരെക്കാളും ചെറിയ ആൾക്കാരുണ്ടോ? ഇല്ല. ഇലക്ട്രോൺ അല്ലേ അപ്പം നമ്മൾ കണ്ടുപിടിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും ചെറിയ ചാർജ്ഡ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഇലക്ട്രോണിൻ്റെ ചാർജ് എന്താണ്? നെഗറ്റീവാണ്. അതേപോലെ പോസിറ്റീവ് ചാർജുള്ള ആൾ പ്രോട്ടോൺ. ഇലക്ട്രോണും പ്രോട്ടോണുമാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളതിൽ ഏറ്റവും ചെറിയ ചാർജ്ഡ് പാർട്ടിക്കിൾസ്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഏറ്റവും ചെറിയ അളവ്, ആ അളവാണ് അതേ ഇൻറ്റു n ചെയ്യും. n എന്ന് പറയാൻ നമുക്ക് വേണ്ട ആൾ അല്ലെങ്കിൽ അവർ തന്നിരിക്കുന്ന എന്നിൻ്റെ വില എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഹോൾ നമ്പർ ആയിരിക്കും. 1, 2, 3 അല്ലെങ്കിൽ 10 ലക്ഷം, 20 ലക്ഷം, 30 ലക്ഷം അങ്ങനെ ഒരു മുഴുവൻ സംഖ്യ ആയിരിക്കും. ഇപ്പോൾ 1.2 1.5 ഒരിക്കലും എന്നിൻ്റെ വില വരത്തില്ല. അപ്പോൾ നമുക്കിവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഈ ഇക്വേഷൻ പഠിച്ച് വെച്ചേക്കുക. Q = +or-n × E, n = 1, 2, 3, 4 എന്ന് പറയുന്ന ഹോൾ നമ്പേഴ്സ്. ഈയുടെ വില 1.6 × 10⁻⁹ കൂളംബ്. എന്തുകൊണ്ട് പ്രോട്ടോൺ എടുത്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും ചാർജിൻ്റെ വില, അതായത് രണ്ടുപേരെയും ഇലക്ട്രോണിനായാലും പ്രോട്ടോണിനായാലും ചാർജിൻ്റെ വില എന്ന് പറയുന്നത് 1.6 × 10⁻⁹ കൂളംബ് തന്നെയാണ്. ഇലക്ട്രോണിനാണെങ്കിൽ അത് നെഗറ്റീവും പ്രോട്ടോണിനാണെങ്കിൽ അതിൻ്റെ വില പോസിറ്റീവുമാണ്. അപ്പോൾ അതുകൊണ്ട് രണ്ടുപേരുടെയും വില തുല്യമായതുകൊണ്ട് ഏതെങ്കിലും ഒരെണ്ണം എടുത്താൽ പോരെ. അതുകൊണ്ട് നമ്മൾ ഇലക്ട്രോൺസിനെ വെച്ച് എടുക്കുന്നു. ഇനി ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ചാർജ് ഓഫ് 10 പ്രോട്ടോൺസ്? 10 പ്രോട്ടോണിൻ്റെ ചാർജ് എങ്ങനെ കണ്ടുപിടിക്കും? Q = +or-n × E. അതാണ് നമ്മുടെ ഇക്വേഷൻ. Q തന്നിട്ടുണ്ടോ? ഇല്ല. അതാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദ ചാർജ്? Qനെയാണ് ചോദിച്ചിരിക്കുന്നത്. n തന്നിട്ടുണ്ടോ? ഉണ്ട്, 10. ഇലക്ട്രോണിൻ്റെ +or-n /E യുടെ വില നമ്മൾ കാണാതെ പഠിക്കണം.
1.6 × 10⁻⁹ കൂളംബ്. ഇക്വേഷനിലിട്ട് കൊടുക്കുമ്പോൾ 16 × 10⁻⁹ കൂളംബ് എന്ന് വരും. ക്യൂ അതായത് ചാർജിൻ്റെ വില നമുക്ക് ഡെസിമൽ വരാം, എന്നിൻ്റെ വില ഒരിക്കലും ഡെസിമൽ വരത്തില്ല, പോയിൻ്റ് വരത്തില്ല ഒരിക്കലും. ഇനി കാൽക്കുലേറ്റ് ഇവിടെ ഇതാണ് ആൻസർ. ഓക്കെ, അടുത്തത് കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ 1 കൂളംബ് ചാർജ്. ഒരു കൂളംബിൽ എത്ര ചാർജ് ഉണ്ട് അല്ലെങ്കിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് എന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇക്വേഷൻ സെയിം തന്നെയാണ്. Q = ± N × E. Q തന്നിട്ടുണ്ടോ? ഉണ്ട്. ചാർജിൻ്റെ വില 1 കൂളംബാണ്. 1 കൂളംബ്. ഇയുടെ വില നമുക്കറിയാം 1.6 × 10⁻⁹ കൂളംസ്. എന്നാണ് കണ്ടുപിടിക്കേണ്ടത്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ N = എങ്ങനെ ഇക്വേഷൻ എഴുതാം? Q/E എന്ന് എഴുതാമല്ലോ. ക്യൂവിൻ്റെ വില 1 കൊടുത്തു, ഇയുടെ വില 1.6 × 10⁻⁹ അത് ഡിനോമിനേറ്ററിൽ താഴ്ഭാഗത്ത് കൊടുത്തു. ഇക്വേഷൻ സോൾവ് ചെയ്ത് വരുമ്പോൾ എന്ത് വരും? 6.25 × 10⁻18 യൂണിറ്റ് ഉണ്ടോ? ഇല്ല, കാരണം നമ്മൾ എണ്ണി പോകുമ്പോൾ യൂണിറ്റ് പറയാറില്ലല്ലോ. അതേപോലെ N എന്ന് പറയുന്നത് ഒരു എണ്ണൽ സംഖ്യയാണ്, അതുകൊണ്ട് യൂണിറ്റ് ഇല്ല. അപ്പോൾ പ്രോപ്പർട്ടീസ് ഓഫ് ചാർജസ് ഒന്നുകൂടെ നോക്കാം. ചാർജ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. ചാർജസ് ആർ അഡിറ്റീവ് ഇൻ നേച്ചർ. ചാർജ് ഈസ് കൺസർവേറ്റീവ് ഇൻ നേച്ചർ. ചാർജ് ഈസ് ക്വാണ്ടൈസ്ഡ്. സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. സ്കെയിലാർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ ചാർജസിനെ നമ്മൾ കൂട്ടാൻ പറ്റും. ഇനി ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ടോട്ടൽ ചാർജ് എപ്പോഴും സെയിം ആയിരിക്കും, അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ചാർജ് ഈസ് കൺസർവേറ്റീവ് ഇൻ നേച്ചർ എന്ന് പറയുന്നു. നാലാമത്തെ പോയിന്റ്, ചാർജ് ഈസ് ക്വാണ്ടൈസ്ഡ്. Q = ± N × E. ഇനി ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ചാർജിന് മറ്റൊരു ചെറിയ ഇക്വേഷനും കൂടെ പഠിക്കുക. ചാർജ് Q = I × T, അല്ലെങ്കിൽ I = Q/T. I എന്ന് പറയുന്നത് കറണ്ട് വരുന്നത് ഇലക്ട്രോ ഡൈനാമിക്സിലാണ്. നമ്മളെന്നാൽ ഈ ഒരു ഇക്വേഷൻ പഠിച്ച് വെച്ചേക്കുക, ചെയ്യാൻ നമുക്കത് പ്രോബ്ലം ചെയ്യേണ്ടി വരും. അപ്പോൾ യൂണിറ്റ് നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇക്വേഷൻ വെച്ചിട്ട് I കറണ്ടാണ്, കറണ്ടിൻ്റെ യൂണിറ്റ് ആംബിയർ അഥവാ A, T എന്ന് പറയുന്ന ടൈം, SI യൂണിറ്റ് എന്ന് പറയുന്ന സെക്കൻഡ്സ്, S. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചാർജിൻ്റെ SI യൂണിറ്റ് എങ്ങനെ എഴുതാം? ആംബിയർ സെക്കൻഡ് എന്നും എഴുതാം, അല്ലെങ്കിൽ കൂളംബ് എന്നും എഴുതാം. ഓക്കെ, ശരി, ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.